രവിയുടെ കാര്യം എല്ലാത്തിലും രവിയുടെ കാര്യം എനിക്കറിയാം. നിങ്ങൾ വരുന്നത് ആ ടോപ്പിക്കിനാണെന്ന് എനിക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിലും ഞാൻ ഭയങ്കര ഭയങ്കര അഡ്മെന്റ് ആണ്. രവിയുടെ കാര്യം കട്ടപ്പുകയായിരിക്കും എന്ന് പറയുന്നത്. അല്ല, ഇല്ലേ? വീട്ടിൽ അവനാണ് അതോറിറ്റി. നോക്കട്ടെ, വരട്ടെ. सुधा, मैं एक बात पूछना चाहता हूँ कि लोग जिम में जाते हैं, वर्कआउट करते हैं, वॉकिंग करते हैं, वो एक्सरसाइज होती है, बट तुम्हारी जो फिजिकल एक्सरसाइज है वो थोड़ी सी डिफरेंट है. तुम अपने वार्डरोब जो तुम्हारा कबर्ड है, तुम अपने कपड़ों को गिराती हो, लगाती हो, गिराती हो, लगाती हो. तो इससे तुमको किस तरीके का मतलब प्लेजर मिलता है? तुम क्या फील करती हो? ये तुम्हारी एक्सरसाइज है या ये तुम्हारा पैशन है? എന്തായാലും സുധയെ നന്നായിട്ട് ആക്കിക്കൊണ്ടുള്ളത്. ഇതിന്റെ മലയാള പരിഭാഷ എന്തരണോ ഇതിന്റെ? അവൻ പറയുന്നത് ബിക്കോസ് ഒരു ഷെഡ്യൂൾ പാക്കപ്പ് ആയാല് എന്റെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്ത് എന്റെ ഒരു 5 ദിവസമാണ് ഈ പരിപാടി. 1 to 15 ഞാൻ ഷൂട്ട് ചെയ്ത് 15 days എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്ത് അതൊക്കെ ലോണ്ട്രിയിലാണ് കൊടുക്കും. സോ ആ ഫുൾ സെറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് 15 days പോകുന്ന റെഡി ടു ഗെറ്റ് മൈ സെൽഫ് റെഡി. എൻ്റെ വാർഡ്രോബ് ഒക്കെ എടുത്ത് അത് റീമോൾഡ് ചെയ്ത് അതിൻ്റെ മാച്ചിങ് ബ്ലൗസ് വെച്ച് അതിൻ്റെ ജ്വല്ലറി വെച്ച് സോ ഇങ്ങനെ ഒരു 6-7 days അതാണ് സുധയുടെ ഏറ്റവും വലിയ എക്സർസൈസ്. അവൻ പറയുന്നു എല്ലാവരും ജിമ്മിലേക്ക് പോകുന്നു ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ. ഇതാണോ നിന്റെ ഫിസിക്കൽ എക്സസൈസ്? ഇത് നിന്റെ പാഷൻ ആണോ അല്ലെങ്കിൽ പ്ലഷർ ആണോ എന്ന്? അപ്പൊ ഞാൻ പറയുന്നു ഇത് എന്റെ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ എത്രത്തോളം ഇതിനു വേണ്ടി സമയം ചെലവിടുന്നതാണ് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം. വേറെ ഒരു ജോലിയില്ലല്ലോ വീട്ടില്. വേറെ എന്ത് ജോലി എനിക്ക്? രവി ഇതിനകത്ത് വല്ല സഹായം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്യില്ല. അവൻ ഇങ്ങനെ വന്ന് നോക്കും, നാടകമൊക്കെ നോക്കും. അല്ല വന്ന് നോക്കും. മോർണിംഗ് 9 o'clock 3 hours हाँ हो जाएगा रवि. फिर और 1 o'clock खाना खाए, खाना रेडी है, हाँ आ रही हूँ ना, रखना मैं आ रही हूँ. वही उनका കഴിച്ച് मैं सोने जा रहा हूँ. हाँ हाँ मैं भी सो रही हूँ. 10 मिनट ശേഷം പോയി എൻ്റെ കബോർഡൊക്കെ എടുത്തിട്ട് തിരിച്ചു വരും. 5 o'clock कॉफी टाइम, स्टिल विद द कबर्ड. वेरी गुड. नाइट सोने का इरादा है या कबर्ड के साथ ही सोएगी? विल यू स्लीप इन द कबर्ड और यू गोइंग टू कम टू स्लीप इन द बेडरूम? सो എൻ്റെ ഒരു പാഷൻ അല്ല. ഐ ഗെറ്റ് മൈ സെൽഫ് പ്രിപ്പയർഡ്. നെക്സ്റ്റ് നമ്മൾ ഷെഡ്യൂൾ എനിക്ക് ഒരു സുധയുടെ മൊത്തത്തിലുള്ള ഈ പറഞ്ഞ കോസ്റ്റ്യൂം, ജ്വല്ലറി, ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഈ കയ്യിലൊക്കെ ഇട്ടിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് ഈ ഹാർഡ് വർക്ക്. 15 days ഈ കബോർഡ് എടുത്ത് വെച്ച് അതാണ് എൻ്റെ. ഇന്ന് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് മേക്കപ്പ്. അത് ബിക്കോസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് സാധനങ്ങളൊക്കെ വരേണ്ടതാണ്. അല്ല, അത് നമ്മൾ ജനറലി റിയാലിറ്റി ഷോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴോ ഇതിൽ ഞാൻ ഇന്ന് എൻ്റെ അസിസ്റ്റന്റ് ചോദിച്ചു, എന്തുവാ മാഡം ഭയങ്കര ലൈറ്റായി ഫീൽ ചെയ്യുന്നുവല്ലോ. അതല്ലെങ്കിൽ ഒരു 40-50 കിലോയൊക്കെ ശരീരത്തിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഡിസ്കസ് ചെയ്യുന്നുവല്ലോ. അതെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ടെലിവിഷൻ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ യു ഡു ഇറ്റ് ടു ഗെറ്റ് നോട്ടിസ്ഡ്. സുധനെ ആരാധിക്കുന്ന ഒരാളെ ഞാൻ കൊണ്ടുവരാം. ഇപ്പം നോക്കട്ടെ, ലെറ്റ് us see. Hi Sudhaji, how are you? അവിടെ ഇരിക്കുന്നത് ഒരു സാധാരണ ലേഡി അല്ല. ഷീസ് എ ഗ്രേറ്റ് ഡൈനാമിക് പേഴ്സണാലിറ്റി. എന്നെ പോലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ഒരു മുൻ ഉദാഹരണമാണ് സുധാജി. ലൈഫിൽ കഷ്ടം എന്ന് പറയൂല, ഒരു ഫോളോ അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് നമുക്ക് സംഭവിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ എതിർക്കൊള്ളണം, ഹൗ ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ആൻഡ് കം അപ്പ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഞങ്ങൾക്ക് വർഷങ്ങളൊന്നും പ്രശ്നമേ അല്ല, അല്ലേ സുധാജി? വയസ്സും പ്രശ്നമേ അല്ല. അങ്ങനെ ഒരു ലേഡിയാണ്. ഞാൻ ഇന്ന് കുറച്ചെങ്കിലും ഒരുങ്ങി വരുന്നു എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ഹർ. ഷീ ഈസ് മൈ ഇൻസ്പിറേഷൻ. I can say this, she is my role model. How sweet. നോക്ക് സുധ, എത്ര so sweet. ഈ ഡാൻസ് മാസ്റ്ററുടെ ചെവിയിലെ കിടന്ന സാധനമൊക്കെ സുധ കൊടുത്താണോ? ഫസ്റ്റ് ഷെഡ്യൂളിൽ മാസ്റ്റർ വന്നപ്പോൾ എനിക്ക് ഞാൻ ഓർക്കുന്നു, ഒരു പഴഞ്ഞൻ സൽവാർ കമ്മീസ്. അയ്യോ, ഞാൻ എന്താ മാസ്റ്റർ ചേഞ്ച് ചെയ്യാൻ പോകുന്നോ? ഇങ്ങനെ തന്നെ വന്നിരിക്കും. ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഇത് കൊറിയോഗ്രഫി അല്ല കേട്ടോ, ഇത് ജഡ്ജിങ് ആണ്. ഇത് നിങ്ങളുടെ മുമ്പ് ഞാനാണ് പറയും, ഞാൻ ഓവർ ഡ്രസ്ഡ് ആണ്, നിങ്ങൾ അണ്ടർ ഡ്രസ്ഡ് ആണെന്ന്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ബാലൻസ് വരണം. അയ്യോ, ഞാൻ ഇങ്ങനെയല്ലേ, ഞാൻ കൊറിയോഗ്രാഫർ അല്ലേ. ഞാൻ പറഞ്ഞു, അതൊക്കെ ഓക്കെ, ഇത് കമേഴ്ഷ്യൽ മീഡിയ ആണ്. ഞാൻ ഇത്രയും ആഭരണങ്ങളിട്ട് ഞാൻ ഒരു ഗോഡസ് പോലെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ പ്രാവും ഇതും ഈ ഫെദേഴ്സും എല്ലാം ഇട്ടിട്ട്. സോ ഷീ സെഡ്, അയ്യോ പക്ഷേ ഈ ഒരു ഷെഡ്യൂളിൽ സുധ പ്ലീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ. ഞാൻ ഈ വലിയ വലിയ റിങ്സ് ഒക്കെ കൊടുത്തപ്പോൾ
ഇത് ബാങ്കിലാണോ ഇത് ഇയറിങ്സ് ആണോ എന്ന്. ഞാൻ പറഞ്ഞു മാസ്റ്റർ ഇത് ഈ ബാങ്കിലല്ല, ഇത് കാലിടാണോ കൊടുത്തത്? അല്ലാതെ നൂപ്പാസ് ഓ ആയിരുന്നു. അത് ശരി, ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു മാസ്റ്റർ ഇത് കിട്ടോ? അയ്യോ ഞാനിതൊക്കെ ഇടില്ല, അയ്യോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. 4ാമത് സീസൺ കഴിയുമ്പോൾ മാസ്റ്റർ എന്താ ഇത് ഫസ്റ്റ് വന്ന ഷെഡ്യൂളിൽ ഒരു മേക്കപ്പ് ബാഗ് ഉണ്ടായിരുന്നു. 4ാമത് സീസണിന്റെ 4 ബാഗായിരുന്നു. അപ്പോൾ ഒരാളെ കൂടെ എഴുതിച്ചു. ഞാൻ അല്ലല്ല, പക്ഷേ see, തെറ്റൊന്നുമില്ല. I mean, see, and she enjoyed it. I said in a lighter way. I know, but it is fun. See, at the end of the day, നമ്മളുടെ ലൈഫിൽ കൂടുതൽ സാക്രിഫൈസ് ചെയ്ത് മെനി എ ടൈം. ഇപ്പം നമ്മൾ ജനറലി ഐം സേയിങ് അബൌട്ട് ദി ഇന്ത്യൻ വുമൻ, ഫസ്റ്റ് നമ്മൾ ആസ് എ ഡോട്ടർ, പിന്നെ ആസ് എ വൈഫ്, ആസ് എ മദർ, പിന്നെ എൻ്റെ ആ ഓൾഡ് ഏജ് നമ്മൾ പറയുന്നു എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. സുധ ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. എന്താ കാരണം വെച്ചാൽ സുധ ഈ ലൈഫിനെ ഇങ്ങനെ അതിൻ്റെതായ ഐ എൻജോയ് ലൈഫ്, ഐ ലവ് ലൈഫ്. ഒരു ആഘോഷമാണ്. എനിക്ക് ലൈഫ് ഒരു ഭയങ്കര സെലിബ്രേഷൻ. യു ആർ ലിവിങ് യുവർ ലൈഫ്. യെസ്. നാളെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു റിഗ്രറ്റ് ഇല്ലാണ്ട് പോകണം.